ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ ഹൈബീഡനുമായിട്ട് ഞാൻ ഒരു സുദീർഘമായിട്ടുള്ള അഭിമുഖം നടത്തുകയുണ്ടായി. അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ ഈ ലത്തീൻ സമുദായത്തിൻ്റെ പ്രാതിനിധ്യത്തെയും അതിന് എറണാകുളത്തുള്ള സ്വാധീനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് എന്നും അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്നും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് വാചാലമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത്തരം സംഭാഷണമാണോ വാസ്തവത്തിൽ വേണ്ടത്? ഈ പറഞ്ഞ പോലെ ഒരു സെക്യുലറിസ്റ്റ് രീതിയിലാണോ നേതാക്കൾ സംസാരിക്കേണ്ടത്? അദ്ദേഹം എന്തുകൊണ്ടാണ് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ആശയം എന്ന് പറയുന്നത്, കോൺഗ്രസ് വിശ്വസിക്കുന്നത് ഇൻക്ലൂസീവ് സെക്യുലറിസത്തിലാണ്. അതിലെല്ലാ സമുദായങ്ങളും ആവശ്യമുണ്ട്. എല്ലാ സമുദായങ്ങളുടെയും വിശ്വാസം സംരക്ഷിക്കുക, അതാണ് കോൺഗ്രസിൻ്റെ നയം എന്ന് പറയുന്നത്. ആ നയത്തിൽ നിന്ന് ആരും വ്യതിചലിക്കാൻ പാടില്ല. പക്ഷേ ഒരു സ്കെയിലെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഒരു നിയമസഭാ പ്രാതിനിധ്യം, ആരെ സ്ഥാനാർത്ഥിയാക്കണം, ആര് വേണം സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം വരുമ്പോൾ ഈ ഒരു സ്കെയിൽ എടുത്തിട്ട് മുന്നോട്ട് വെച്ചിട്ട് ബാക്കിയുള്ളതിനെല്ലാം നിഷ്പ്രമാക്കുന്നു. ജയിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ള ഒരു മോട്ടോ ഉണ്ടാക്കുന്നു. അല്ല, അതിൻ്റെ അകത്ത് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഇൻക്ലൂസീവ് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സഭയ്ക്ക് അല്ലെങ്കിൽ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും കൂടി പ്രാതിനിധ്യം വേണം എന്ന് നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് വരും. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചില മേഖലകളായിരിക്കും ഉള്ളത്. മലയോര പ്രദേശത്ത് ചിലപ്പോൾ ഈ ലത്തീൻ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് സീറ്റ് കൊടുക്കാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചില മേഖലകൾ അവർക്ക് കൊടുക്കാം എന്ന് പാർട്ടി തീരുമാനിക്കുക. അതൊരു എഴുതപ്പെട്ട നിയമമൊന്നുമല്ല, പക്ഷേ അത് പാർട്ടിയുടെ ഒരു നയമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ള രീതിയിൽ അവർക്ക് കൂടി പ്രാതിനിധ്യം കിട്ടണം, പിന്നോക്കത്തിൽ നിൽക്കുന്ന ആളുകളെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. ദളിത് സമുദായത്തിന് നമുക്ക് നിയമപരമായി തന്നെ അത്തരത്തിലുള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് ആ സമുദായത്തിന് തീർച്ചയായിട്ടും ആ സ്ഥലങ്ങളിൽ മത്സരിക്കാൻ കഴിയും. അപ്പോൾ അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും പാർട്ടിയുടെയും ഒക്കെ അഭിപ്രായം. പക്ഷെ അത് ചെയ്യുന്നത് ചില ആളുകളെ വെട്ടാനും ചില ആളുകളെ വയ്ക്കാനും വേണ്ടി ആകുന്ന ഒരു രീതി, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ആ സമുദായത്തെ പോലും മോശമാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ആരും പറയാൻ പാടില്ല. അതാണ് എൻ്റെ അഭിപ്രായം. അതിനെ നേരിട്ട് പച്ചയ്ക്ക് പറയുക എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ മാറുന്നു. ഇപ്പോൾ മെറിറ്റിനേക്കാൾ ഉപരിയായിട്ട് സമുദായ സമവാക്യങ്ങൾക്കാണ് ഇവിടെ പ്രസക്തി എന്നുള്ളത് ഒരു സിദ്ധാന്തത്തിൻ്റെ രൂപത്തിലൊക്കെ പറയാമെങ്കിലും അതിനുമപ്പുറം ഈ പറയുന്ന രീതിയിൽ അതിനെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ആശാസ്യമാണോ? ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ തീരുമാനം അനുസരിച്ചല്ലല്ലോ കോൺഗ്രസ് പലപ്പോഴും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. സമുദായ തീരുമാനം ഒന്നുമല്ല, അതെല്ലാ സമുദായത്തെയും പക്ഷേ അതേപോലെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത്രയുമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത് എല്ലാവർക്കും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടാകണം എന്ന ആശയം ഈ രാജ്യത്ത് കൊണ്ടുവന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതാണ് നമ്മുടെ ഭരണഘടന. അതിനനുസൃതമായിട്ട് തന്നെയാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത്. വാസ്തവത്തിൽ വേണ്ടത് ഇപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിനൊരു വലിയ ഭൂരിപക്ഷ പ്രാതിനിധ്യമുണ്ട് എന്നിരിക്കെ ആ സമുദായത്തിൻ്റെ പ്രതിനിധി അല്ലാത്ത ഒരാളെ ആ സമുദായത്തോട് കാണിക്കുന്ന കൂറും വിശ്വാസ്യതയും ഒരു മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ ആ സമുദായം കൂടി ഉൾപ്പെട്ട് ജയിപ്പിച്ചാൽ ആ സമുദായത്തിനു കൂടി ഗുണകരമാകുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന് സമുദായത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ കാര്യം അവിടെ ഓക്കെ ആയല്ലോ. ആ രീതിയിൽ ദീപ്തി മേരി വർഗീസ് വിജയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്ന പോലെ തന്നെ ലത്തീൻ സമുദായത്തിൻ്റെ ആഗ്രഹങ്ങളെയും നിറവേറ്റിക്കൊണ്ട് പോകുമെന്നുള്ളൊരു ബോധ്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സമുദായത്തിൻ്റെ പേരെടുത്ത് പറയുന്നത് പോലും ശരിയല്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമല്ലേ നമ്മുടേത്. ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന പോലെ നമ്മൾ ഈ കേരള സ്റ്റോറിയൊക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഈ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഈ ഇന്റർവ്യൂ ഇത്ര നേരം ഞാൻ നൽകിയത്. കാരണം എറണാകുളവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രാഷ്ട്രീയ ചർച്ച നടക്കുമ്പോഴും ആദ്യത്തെ വാക്ക് സമുദായം, ജാതി ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു നേതാവ് ഇരുന്നിട്ട് അതല്ല വേണ്ടത് എന്ന് പറയുന്ന ഈ നിമിഷമാണ് നമ്മളുടെ ഈ അഭിമുഖത്തിലെ ഏറ്റവും മനോഹരമായ സന്ദർഭം. തുടരും. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലില്ലാത്ത ചില കാര്യങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും വെച്ച് ചില സിനിമകൾ ഇറക്കി കേരളത്തിൻ്റെ ജനങ്ങളുടെ ഈ മതേതരത്വത്തെ തകർക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. യഥാർത്ഥ കേരള സ്റ്റോറി ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടത്. നിങ്ങൾ തുടക്കത്തിൽ ഞാൻ പൊങ്കാല ഇടാൻ പോയതിനെക്കുറിച്ച് ചോദിച്ചല്ലോ. പൊങ്കാല ഞാൻ ഇടാൻ പോകുന്നതിൻ്റെ തലേ ദിവസം പാളയം ഇമാം പറഞ്ഞൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ നൊയമ്പിലാണ്, മുസ്ലിം സമുദായം നൊയമ്പിലാണ്, പക്ഷെ പൊങ്കാല ഇടാൻ ഇവിടെ വരുന്ന ആളുകൾ നൊയമ്പിലല്ല. അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. ഇതാണ് കേരള സ്റ്റോറി.
അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു കേരളത്തെക്കുറിച്ചാണ് മിസ് ഇൻ്റർപ്രറ്റ് ചെയ്ത് സിനിമകൾ ഇക്കാലത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വ്യക്തികളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഏതെങ്കിലും സംഘടനകളാണെങ്കിലും ഇത്തരത്തിലുള്ള ചിന്തകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ആശയം മതേതരത്വമാണ്. അതിനപ്പുറം എല്ലാവരെയും ഇൻക്ലൂഡ്, അപ്പോൾ മതേതരത്വത്തിൽ തന്നെ പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ പലരും പറയും. അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂസീവ് സെക്യുലറിസം എടുത്തെടുത്ത് അടിവരയിട്ട് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഇൻക്ലൂസീവ് സെക്യുലറിസം ആണ് നമ്മുടെ നാടിന് വേണ്ടത്. അതുള്ളത് കൊണ്ടാണ് ദ റിയൽ കേരള സ്റ്റോറി മറ്റൊന്നാണ് എന്ന് നമ്മൾ പറയുന്നത്. ഈ പൊങ്കാലയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരികെ എത്താം. ഈ പൊങ്കാല ഇപ്പോൾ ഒരു പക്ഷേ പൊങ്കാലയ്ക്ക് പറ്റിയൊരു വേഷമാണ് ഇന്ന് ധരിച്ച് വന്നിരിക്കുന്നത്, ആ രീതിയിലുള്ളൊരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈ പൊങ്കാലയ്ക്ക് പോകുന്ന ഒരു ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് പലർക്കും അറിയാവുന്ന ഒന്നല്ല. ദീപ്തി മേരി വർഗീസ് പൊങ്കാലയ്ക്ക് പോയോ? അതെന്താ കാര്യം? ഇങ്ങനെയൊക്കെ ആലോചിക്കാവുന്ന രീതിയിലേക്കുള്ള കൗതുകങ്ങളും എല്ലാം അതിനകത്തുണ്ട്. എന്താണ് ദീപ്തി മേരി വർഗീസിൻ്റെ ഒരു ആത്മീയ ജീവിതം? അതൊന്ന് വിശദീകരിച്ച് പറയാമോ? ഈ വേഷം ഇത് കേരള സാരിയാണ്. ഇത് പൊങ്കാലയുടെ പ്രത്യേക സാരിയൊന്നുമല്ല, കേരളത്തിൻ്റെ തനതായ ഒരു വേഷമാണ്. അതിനോട് എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും അതിനോട് ഒരു താല്പര്യം കാണിക്കാറുണ്ട്. പിന്നെ പൊങ്കാല ഇടുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു കഥ എന്തുകൊണ്ടാണ് ഇടുന്നത്? ഒരു സ്ത്രീ ശക്തിയുടെ ഒരു വലിയ ഭാവമാണ്. കണ്ണകിയുടെ കഥയാണ് നമ്മൾ അതിൻ്റെ പിന്നിൽ ചിന്തിക്കുന്നത്. കണ്ണകിയുടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള, ഒരു വിഗറസ് ആയിട്ടുള്ള ഒരു ഫിഗർ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ശക്തിയുടെ ശക്തി സ്വരൂപിണിയായി നിൽക്കുന്ന കണ്ണകി. ആ കണ്ണകിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സ്ത്രീകൾ അതിൻ്റെ അകത്ത് പൊങ്കാലയിടുന്നത്. അതിൻ്റെ അകത്ത് ജാതി മതവും ഒന്നും ഞാൻ കാണാറില്ല. ഇപ്പോൾ പൊങ്കാലയിടുന്ന കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ തന്നെ സംഘടനയിലുള്ള അവിടെ KPCC ഓഫീസിന് മുമ്പിൽ ജെബി മേത്ര ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പൊങ്കാലയിടാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ സർവീസുകൾ, വെള്ളം കൊടുക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് യഥാർത്ഥത്തിൽ എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കോൺഗ്രസ് ആയതുകൊണ്ടാണ്. ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, കോൺഗ്രസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. പിന്നെ അതിനുപരിയായിട്ട് എന്നെ സംബന്ധിച്ച് അതൊരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു സ്ത്രീകൾ ഒരുമിച്ച്, സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുമ്പോൾ അവരുടെ സ്നേഹത്തിൽ, അവരുടെ സന്തോഷത്തിൽ നമ്മളും കൂടെ പോയി ഒന്ന് പങ്കാളിയാകുകയാണ്. അതിനപ്പുറമായി അതിൻ്റെ അകത്ത് വിശ്വാസങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ ആ വലിയൊരു സ്ത്രീ കൂട്ടായ്മയിൽ പങ്കാളിയാകാൻ പോയതാണ്. കണ്ണകി എന്ന് പറയുന്ന ശക്തി സ്വരൂപിണി വലിയ സ്വാധീനം ഞങ്ങളെപ്പോലുള്ളവർക്ക് സ്വാധീനം ചെലുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. അതിലൂടെ ഒരു മാനസിക ഊർജം ലഭിക്കുന്നു എന്നല്ലാതെ ഒരു പ്രത്യേകമായൊരു പ്രാർത്ഥന മുന്നോട്ട് വെച്ചിട്ടില്ല അല്ലേ? പ്രാർത്ഥന നമുക്ക് പൊങ്കാലയിടുമ്പോൾ മാത്രമല്ലല്ലോ ഉള്ളത്. പ്രാർത്ഥന എല്ലാ സമയത്തും നമുക്കുണ്ട്. നമുക്ക് പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവുമല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ എന്നാണ് ഈ പൊങ്കാലയിൽ ഞാൻ പ്രാർത്ഥിച്ചത്. ആ നന്മയുണ്ടാകാൻ നല്ലൊരു ഭരണം ഉണ്ടാകണം എന്നും ആഗ്രഹമുണ്ട്. ദീപ്തി മേരി വർഗീസിലൂടെയും ആ നന്മ ജനങ്ങളിലേക്ക് എത്തണം. എനിക്കും എൻ്റേതായ രീതിയിൽ ദൈവമേ അറിയാമല്ലോ ഞാൻ ചെയ്യുന്ന നന്മകൾ, എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ആ നന്മ എനിക്ക് നിറവേറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവണമെന്നും കൂടി ആ പ്രാർത്ഥനയ്ക്കകത്തും. അതെല്ലാ കാലത്തും ഉണ്ട്. നമ്മൾ ശരി തെറ്റുകളാണല്ലോ ഓരോ മനുഷ്യനും. എല്ലാവരും ശരിയും തെറ്റുകളും നന്മയും തിന്മയൊക്കെ ഉണ്ടാവും. നമ്മുടെ നന്മ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ലഭിക്കണം എന്ന് തന്നെ ആയിരിക്കും പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചിന്ത. നമ്മൾ തൃക്കാക്കര മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി എന്നിട്ടാണ് സംസാരിച്ചത്. വാസ്തവത്തിൽ അതല്ലാതെ പുരുഷന്മാർ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളത്ത് തന്നെ മറ്റ് മണ്ഡലങ്ങളിലൊക്കെയും ദീപ്തി മേരി വർഗീസിന് സ്വാധീനവും അവിടെ ഒരു ജനപ്രിയതയും എല്ലാം ജനകീയതയും എല്ലാം ഇല്ലേ? അവിടെയും മത്സരിക്കാൻ ഒരു പാർട്ടി ആവശ്യപ്പെട്ടാൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി മത്സരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും പാർട്ടി എന്താണോ ആവശ്യപ്പെടുന്നത് അവിടെ മത്സരിക്കുമല്ലോ. അതിൽ ഈ പുരുഷന്മാർ മത്സരിക്കുന്ന സ്ഥലം, സ്ത്രീകൾ മത്സരിക്കുന്ന സ്ഥലം എന്ന് നമുക്കതിനെ വ്യത്യാസപ്പെടുത്തി കാണേണ്ട ഒരു കാര്യമൊന്നുമില്ല. ജനപ്രതിനിധിയാണ് അത്, സ്ത്രീ ആയാലും പുരുഷനായാലും ഉത്തരവാദിത്തം ഒരുപോലെയാണ്. ഒരു വനിതാ ജനപ്രതിനിധി ആയതുകൊണ്ട് അവർക്ക് ഇച്ചിരി ജോലി കുറവാണ് എന്നൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ജോലി കൂടുതലാണ് എന്നില്ലല്ലോ. അപ്പോൾ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധി ആയാൽ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരേപോലുള്ള ജോലികൾ ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.